ആൺകുട്ടികൾ നേഴ്സിംഗിന് പോയാൽ ഭൂരിപക്ഷം പെൺകുട്ടികളായിരിക്കും. അപ്പൊ പിന്നെ ആൺകുട്ടികൾ നേഴ്സിംഗിന് പോയാൽ എന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? സോ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ആൺകുട്ടികൾ നേഴ്സിംഗിന് വരുന്നതിന് ഒരു കുഴപ്പമില്ല. ദേ നീഡ് ടു അപ്ഗ്രേഡ് സം സ്കിൽ. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്ന് പേഴ്സണലി തോന്നിക്കഴിഞ്ഞാൽ യു ഷുഡ് ട്രൈ ടു ബിൽഡ് ദാറ്റ്. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ബിക്കോസ് നമുക്ക് പേഷ്യൻസ് ആയിട്ട് ഒരുപാട് സംസാരിക്കലും അതുപോലെ തന്നെ ഒരുപാട് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ളതാണ് ഏറ്റവും മികച്ചത്. കാരണം നിങ്ങളുടെ ബോയ്സ് കുറവായിരിക്കും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസ് പേഴ്സണലി അവർ ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ശീലിക്കുക. നിങ്ങൾ അവിടെ ചെന്നാലും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മടി, ലേസി ആ ഒരു ഹാബിറ്റ് നിങ്ങൾ കുറയ്ക്കുക. നിങ്ങൾ അവിടെ ചെന്ന് നേഴ്സിംഗിന് ജോയിൻ ചെയ്ത് അങ്ങനെ ഓരോന്ന് ചെയ്ത് നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോയ്സ് നേഴ്സിംഗിന് വന്നു കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ കൂടെ ആൺകുട്ടികൾ ഒരുപാട് വേണം. പെൺകുട്ടികളായി കഴിയുമ്പോൾ അവർക്ക് ചിലവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. വളരെ ചുരുക്കം പേർക്ക്, ഭൂരിപക്ഷം പേർക്ക് അങ്ങനെ പ്രശ്നം വരാറില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും കൂടെ മിങ്കിളായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഒരുപാട് കുട്ടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, അഡ്ജസ്റ്റ് ആവാൻ പാട്, ഫുള്ള് ഗേൾസ് ആണ്, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ പറയുന്ന കുട്ടികളും ഉണ്ട്. ചില കുട്ടികൾ നേഴ്സിംഗിന് വരുന്ന സമയത്ത് അവര് പേഴ്സണലി പറയുന്ന കാര്യമാണ്, നേഴ്സിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല, അവിടെ ബോയ്സ് എല്ലാ പണികളൊന്നും ചെയ്യുന്നുണ്ട്, ബോയ്സ് ഒന്നും ചെയ്യേണ്ട, ഗൈനക്കോളജിക്കൽ കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് ബോയ്സ് അറ്റൻഡ് ചെയ്യേണ്ട, ഗേൾസ് മാത്രം അറ്റൻഡ് ചെയ്യും. അത് വെറുതെയാണ്. നിങ്ങൾക്കും ക്ലിനിക്കൽ പ്രസന്റേഷനും ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നിങ്ങളും ചെയ്യേണ്ടി വരും. എല്ലാം ഗൈനക്കോളജി ആണെങ്കിലും എന്താണെങ്കിലും OT-യിലെ കാര്യമാണെങ്കിലും മെയിൽ ആൻഡ് ഫീമെയിൽ പേഷ്യൻസിനെ നിങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരും. അവിടെ ഒരു ജെൻഡർ വ്യത്യാസമില്ല. അതുപോലെ തന്നെ ആന്റിനാറ്റൽ അസസ്മെന്റ് ഗൈനക്കോളജിയിൽ തന്നെയാണ്. പോസ്റ്റ് നാറ്റൽ അസസ്മെന്റ് ചില പേഷ്യൻസ് പറയും നിങ്ങളുടെ അടുത്ത് മെയിൽസ് ആണ് നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം അവർക്ക് മെയിൽസ് അവരെ അസിസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എൻജോയ്മെന്റും നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതായിരിക്കും ഏറ്റവും നല്ലൊരു ഐഡിയ. സോ നിങ്ങൾ ജസ്റ്റ് ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നേഴ്സിംഗ് സുഖമായിട്ട് പഠിക്കാം. വളരെ നല്ലൊരു കോഴ്സാണ്, എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് അത്, ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ദാറ്റ് യു ആർ ചൂസിംഗ് ദ കോളേജ്. ഇതൊക്കെയാണ് മെയിൻ കാര്യം. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു ഗൈസ്.